ഒരു പി ആർ വർക്ക് ചെയ്യുന്നതിനോട് എനിക്ക് അന്നും ഇന്നും എന്നും എതിർപ്പ് മാത്രമേ ഉള്ളൂ. വോട്ട് പർച്ചേസിംഗ് ആണെങ്കിൽ തന്നെയാണ് ജിൻഡോയുടെ ജയത്തിൽ പോലും പി ആറിന്റെ ഒരു പ്രാധാന്യം ഇൻഫ്ലുവൻസ് ഉണ്ടെന്ന് പറയുന്നു. ഇതിനകത്ത് ഞാൻ ഇവിടെ കഴിഞ്ഞ ദിവസം ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. അതിനകത്ത് അവര് പറഞ്ഞിരിക്കുന്ന ഈ മീഡിയാസേ, ഞാൻ വേറൊന്നുമില്ല, നമ്മളെല്ലാം അതിനകത്തുള്ളതാണ്. നമ്മൾ കഴിഞ്ഞ ദിവസം ഞാൻ സംസാരിച്ച സമയത്ത് തന്നെ ഞാൻ ഒരിക്കലും ജിൻഡോ ബ്രോയെ പറ്റിയൊന്നും അല്ല അവിടെ. ഐ മീൻ ഞാൻ കഴിഞ്ഞ ദിവസം നമ്മുടെ ജിൻഡോ ബ്രോയുടെ എനിക്കൊന്ന് ഇൻസ്റ്റാഗ്രാമിൽ ഇട്ടതാ. പുള്ളി പറയാത്ത കാര്യങ്ങളാണ് അതിനകത്ത് ഇട്ടിരിക്കുന്നത്. അതായത് ജിൻഡോ വിജയിച്ചതാണോ, റിപ്പോർട്ടറിനോട് ചൂടായി ജിൻഡോ ബിഗ് ബോസ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം ഞാൻ സംസാരിച്ച സമയത്തും ആക്ച്വലി ഞാൻ പറയാത്ത ഒരു കാര്യത്തെ വെച്ചിട്ടാണ് കമ്പനിയുടെ ടൈറ്റിലും കൊടുത്തിരുന്നത്. ഞാൻ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ ഈ പബ്ലിക് റിലേഷൻ പി ആർ എന്ന് പറയുന്നത് ഈ സ്വാഭാവികമായിട്ട് നമ്മൾ ബിഗ് ബോസിലേക്ക് എത്തുമ്പോഴത്തേക്ക് ആർമി ഗ്രൂപ്പും കാര്യങ്ങളെല്ലാം ഉണ്ടാവും എല്ലാവർക്കും അല്ലെ. അത് ആരും മറ്റേ പൈസ കൊടുത്ത് പെയ്ഡ് പി ആർ, അതായത് പൈസ കൊടുത്ത് നിങ്ങൾ ഇങ്ങനെ ചെയ്യൂ ഇങ്ങനെ ചെയ്യരുത് എന്ന് പറഞ്ഞ് ഏൽപ്പിച്ചിട്ട് പോകുന്ന ഒരു കൂട്ടം ആൾക്കാരുണ്ടാവും. സ്വാഭാവികമായിട്ട് ബിഗ് ബോസിലേക്ക് വരുമ്പോൾ നമ്മളിന്ന് സോഷ്യൽ മീഡിയയിലേക്ക് ഇത്ര സജീവമായത് കൊണ്ട് എല്ലാവർക്കും ആർമി ഗ്രൂപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഞാൻ ഉദ്ദേശിച്ചത്രേ ഉള്ളൂ, പൈസ കൊടുത്ത് വോട്ട് പർച്ചേസ് ചെയ്യുന്നതും അല്ലെങ്കിൽ വ്യക്തിപരമായിട്ട് മറ്റുള്ള ആൾക്കാരെ അധിക്ഷേപിക്കുന്നതും. അതായത് മത്സരാർത്ഥികൾ എല്ലാവരും തന്നെ ഹെൽത്തി ആയിട്ട് മത്സരിക്കുന്നുണ്ട് അകത്ത്, പക്ഷെ പുറത്ത് അവരെ വ്യക്തിപരമായിട്ട് അധിക്ഷേപിക്കുന്ന രീതിയിൽ അവർക്ക് പുറത്തിറങ്ങുമ്പോഴത്തേക്കും അവരുടെ ഡെയിലി ലൈഫിൽ പോലും ബുദ്ധിമുട്ടുണ്ടാകുന്ന രീതിയിലേക്ക് ആ രീതിയിൽ ഒരു പി ആർ വർക്ക് ചെയ്യുന്നതിനോട് എനിക്ക് അന്നും ഇന്നും എന്നും എതിർപ്പ് മാത്രമേ ഉള്ളൂ. ആ എതിർപ്പിനെ കുറിച്ചാണ് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അത് മാത്രമല്ല, ഇപ്പൊ വോട്ട് പർച്ചേസിംഗ് ആണെങ്കിൽ തന്നെ നമ്മൾ ജെന്യൂൻ ആയിട്ടല്ലേ വോട്ട് എപ്പോഴും വരിക. അപ്പൊ ഒരു പി ആർ ടീമിനെ വെച്ചുകൊണ്ട് അതിപ്പോ ഞാൻ ടോപ്പ് 5 വന്ന ആൾക്കാരെ മാത്രം ഉദ്ദേശിക്കാൻ പറഞ്ഞൊന്നുമല്ല. ബിഗ് ബോസിലേക്ക് എത്തിയിട്ടുള്ള ഒരുപാട് ആൾക്കാർ അങ്ങനെ ചെയ്യുന്നതായിട്ട് കൃത്യമായിട്ട് ഞാൻ പണ്ടും സോഷ്യൽ മീഡിയയിൽ വീഡിയോസ് ചെയ്യുന്ന ആളായതുകൊണ്ടും അതിന്റെ ഡീറ്റെയിൽസ് എനിക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോ അങ്ങനെ ചെയ്യുമ്പോഴത്തേക്ക് അത് മോശമാണെന്നാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത്. അല്ല ഒരു വ്യക്തി ഉദ്ദേശിച്ചൊരിക്കലും നമ്മൾ പറഞ്ഞിട്ടില്ല. നമ്മുടെ ഇപ്പൊ ഈ സീസണിൽ വന്ന എല്ലാ ആൾക്കാരും നമ്മുടെ സുഹൃത്തുക്കൾ തന്നെയാണ്. ഇപ്പൊ ജിൻഡോ ബ്രോ കപ്പടിക്കുമ്പോഴേക്കും സന്തോഷം മാത്രമേ ഉള്ളൂ. അല്ലാതെ അതിനകത്തൊരു പി ആർ കൊണ്ട് ജയിച്ചു എന്ന് ഞാൻ പറയാത്ത കാര്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ ചർച്ച ചെയ്യുമ്പോഴത്തേക്കും അതിനോട് എനിക്ക് എതിർപ്പേ ഉള്ളൂ. അങ്ങനെ പറയാത്ത കാര്യങ്ങൾ പറയുമ്പോൾ നമുക്ക് എതിർപ്പാണ്. അതെ, അതിപ്പോ ഞാൻ കാണിച്ചത്. അങ്ങനെ ഞാൻ കേട്ടില്ലത്. ഓക്കെ, അത് എന്താണ് ഒരു ബിഗ് ബോസ് കണ്ടസ്റ്റന്റ് എന്നുള്ള രീതിയിൽ അദ്ദേഹത്തെ വോട്ട് ചെയ്ത ജനങ്ങളോട് എന്തെങ്കിലുമൊക്കെ സംസാരിക്കാനായിട്ട് പുള്ളി സംസാരിക്കുന്നുണ്ടായിരുന്നു. ഇന്റർവ്യൂ ആണ് ഉദ്ദേശിക്കുന്നത്. അല്ല, ഇന്റർവ്യൂ പൈസ കൊടുത്ത് ചെയ്യുന്നതിനോട് എനിക്ക് വിയോജിപ്പൊന്നുമില്ല. അല്ല, മാധ്യമങ്ങൾ വന്ന് ചോദിക്കുമ്പോഴത്തേക്കും 2 മിനിറ്റ് സംസാരിക്കാതെ കാര്യത്തിൽ മാത്രം സംസാരിക്കുന്ന കാര്യം എന്തിനാണ് അതിനുവേണ്ടി മാത്രം സംസാരിക്കുന്ന ഒരു രീതിയാണ് പുള്ളിയുടെ. പുള്ളി ഒരു പബ്ലിക് സെലിബ്രിറ്റി ആയതുകൊണ്ടും ആളുകൾ വോട്ട് കൊടുത്ത് ജയിപ്പിച്ച ആളായതുകൊണ്ടും ഇതുപോലെയുള്ള ഒരു സോഷ്യൽ പബ്ലിക് ഫിഗർ ആയതുകൊണ്ടും പുള്ളിക്ക് മറുപടി പറയാനുള്ള ഒരു ബാധ്യത ഇല്ല എന്നാണ്. അല്ല, എന്നിട്ട് ആ ചോദ്യം ജിൻഡോ ബ്രോയോട് എന്തൊക്കെ ചോദ്യങ്ങൾ എനിക്കറിയില്ല എന്തൊക്കെയാണ് ചോദിച്ചെന്നുള്ളത്. പുള്ളി പറഞ്ഞ മറുപടിയുടെ വീഡിയോസ് ഒന്നും ഞാൻ കണ്ടില്ല. ഞാൻ ജിൻഡോ ബ്രോയുടെ ഇൻസ്റ്റാഗ്രാമിലാണ് ഞാനിത് കണ്ടത്. അപ്പം അവിടെയും ആ ഇൻസ്റ്റഗ്രാമിൽ അവരും മെൻഷൻ ചെയ്തിരിക്കുന്നത് ജിൻഡോ ബ്രോ പറയാത്ത കാര്യങ്ങളെ പറ്റിയാണ് തമ്പനയിലും ക്യാപ്ഷനും കൊടുത്തിരിക്കുന്നത് എന്നുള്ളതാണ്. അപ്പം അതിനോടാണ് നമുക്ക് വിയോജിപ്പുള്ളത്. കാരണം ഒരാൾ പറയുന്ന കാര്യങ്ങൾ അല്ലാണ്ട് മറ്റുള്ള കാര്യങ്ങൾ കമ്പനിയിലും ടൈറ്റിലും കൊടുക്കുമ്പോഴത്തേക്കും അതിനോട് ജിൻഡോ ബ്രോയ്ക്ക് ഉൾപ്പെടെ എല്ലാവർക്കും അതിപ്പോ നമ്മൾ ആ സ്റ്റേജിൽ വരുമ്പോൾ നമുക്ക് വിയോജിപ്പായിരിക്കും തീർച്ചയായിട്ടും. കാരണം അങ്ങനെ ആയിരിക്കും പിന്നീട് ആൾക്കാർ നമ്മൾ ജഡ്ജ് ചെയ്യുക. ഒരു ഉദാഹരണം ഞാൻ പറയാം. ഇപ്പൊ ഞാനന്ന് ഒരു കാര്യം ഒപ്പീനിയൻ ഞാൻ പറയുന്നു. ഞാൻ പറഞ്ഞ ഒപ്പീനിയനകത്ത് ജിൻഡോ ഞാനായിരുന്നു കപ്പടിക്കേണ്ടത്. ഐ മീൻ സിജോ എന്ന് പറയുന്നത് ഞാനാണ് കപ്പടിക്കേണ്ടതെന്നോ ജിൻഡോ കപ്പിന് അർഹനല്ലെന്നാണ് ടൈറ്റിൽ കൊടുത്തിരുന്നത്. ഞാനത് പറഞ്ഞിട്ടില്ല. അപ്പൊ ജിൻഡോ ബ്രോ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ എന്താ അവിടെ ചെയ്യുക? സ്വാഭാവികമായിട്ട് എന്നോട് ദേഷ്യം വരും അല്ലേ? അപ്പം ഞാൻ പറയാത്ത കാര്യങ്ങൾ പറഞ്ഞിട്ട് ഒരു കൂട്ടം ആൾക്കാര് നമ്മളോട് ദേഷ്യപ്പെടുക എന്ന് പറയുമ്പോഴത്തേക്കും അത് ശരിയായിട്ടുള്ള രീതിയല്ല. അതിനോട് ഇപ്പൊ ജിൻഡോ ബ്രോ ഇപ്പൊ ആ ഒരു ക്യാപ്ഷൻ ഇട്ടത് അതുകൊണ്ട് തന്നെ ആയിരിക്കാം. പിന്നെ ബ്രോ ചോദിച്ച പോലെ നമ്മൾ മാധ്യമങ്ങളോട് സംസാരിക്കാം. അങ്ങനെ ഇപ്പൊ അങ്ങനെ ഒരു വാശി കാണിച്ചൊന്നും എനിക്ക് അറിയില്ല. ഞാനിപ്പോ നമ്മൾ സംസാരിക്കുന്നില്ല. അതുപോലെ പുള്ളിയും സംസാരിച്ചിട്ടുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. പിന്നെ ഈ പുള്ളിയുടെ ഒരു എന്താ പറയേണ്ട അത് പുള്ളിയുടെ വ്യക്തിപരമായിട്ടുള്ള തീരുമാനങ്ങളല്ലേ, അതിലെനിക്ക് അറിയില്ല എങ്ങനെയാന്നുള്ളത്. പിന്നെ ഇന്റർവ്യൂ കാശ് കൊടുത്താലേ ചെയ്യുള്ളൂ എന്നാണോ? അങ്ങനെയല്ല, അപ്പൊ കുഴപ്പമില്ലല്ലോ അതിനകത്ത്. പുള്ളി ആ സമയത്ത് പറഞ്ഞല്ലേ.